രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ്. നമ്മളും അതിൽ നിന്നും വ്യതിചലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും പൂർണ്ണമായും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CSDC ലോക്നീതി ആധികാരിക സർവേ പ്രകാരം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഞെട്ടിപ്പിക്കും വിധം ഇടിയുന്നു എന്നതാണ് ഒരു കണ്ടെത്തൽ. 2019 78% ആളുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു. എങ്കിൽ ഇത്തവണ അത് 42% ഇടിഞ്ഞു. അതായത് കഴിഞ്ഞ തവണ 22% മാത്രം ജനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിപ്പറയാൻ മുന്നോട്ട് വന്നപ്പോൾ ഇത്തവണ 58% ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഏതെങ്കിലും തരത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തി എന്നുള്ളതാണ് സർവേ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എത്ര പറയണ്ട എന്ന് കരുതിയാലും EVMന്റെ വിശ്വാസ്യത ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടിംഗ് യന്ത്രം കുറ്റമറ്റതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയൊക്കെ ആവർത്തിച്ചിട്ടും ഒരു വലിയ വിഭാഗം അത് വിശ്വസിക്കുന്നില്ല എന്നതും സർവേയിലെ കണ്ടെത്തലാണ്. അതായത് ഭരണകക്ഷിക്ക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയേക്കാൻ സാധിക്കുമെന്ന് രാജ്യത്തെ 45% പേർ കരുതുന്നു എന്നതാണ് സർവേ പറയുന്നത്. അതേസമയം കൂടുതൽ പേരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണക്കുന്നതിൽ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്കും അല്പം മുകളിലാണെങ്കിലും മോദിയുടെ പാർട്ടി ഇനിയും അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുന്ന അപകടം രാജ്യത്തെ 79% ആളുകളും ഭയപ്പെടുകയാണ്. സമീപകാലത്തൊന്നും കാണാത്ത തരത്തിൽ രാജ്യത്തെ 49% പേർ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എന്ന് സർവേ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോഴേക്കും അത് 50% കടക്കുമെന്ന സൂചനയും നൽകുന്നുണ്ട്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് 2019 65% പേർ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തൃപ്തരായിരുന്നുവെങ്കിൽ അതിപ്പോൾ 57% കുറഞ്ഞു എന്നതും മോദിയുടെ തകർച്ചയുടെ കാഠിന്യം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് സർവേ തുറന്നു കാണിക്കുന്നത്. അതൃപ്തരുടെ എണ്ണം 30% ആയിരുന്നത് 39% വർദ്ധിച്ചു എന്ന് മാത്രമല്ല ദിവസം തോറും അതിലും വർധനമാണ് കാണിക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ സർവേ ചൂണ്ടിക്കാണിക്കുന്നത് പ്രകാരം മുൻപത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മോദിയുടെയും BJPയുടെയും മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും EVMന്റെയും വിശ്വാസ്യത കുറഞ്ഞു വരുന്നു എന്നതാണ് സർവേ പറയുന്നത്. CSDC ലോക്നീതി നടത്തുന്ന സർവേ വളരെ ആധികാരികമാണ് എന്നതിന് BJPയും വിശ്വസിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇതവർ സമ്മതിച്ചു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. BJP ഭരണത്തിൽ EVMും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസിന്റെ വിജയം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്.